ഓക്കെ, നമുക്കിന്നത്തെ നമ്മുടെ ഓൺലൈൻ സ്ട്രാറ്റജിയിലേക്ക് വരാം. ഇന്ന് അത്യാവശ്യം ഒരുപാട് ലെവൽസ് ആക്റ്റീവായിരുന്നു. പക്ഷേ എല്ലാത്തിലും ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ, അതായത് ഒരു 25% എബോ റിട്ടേൺ ഉണ്ട് എങ്കിലും ഒരു 25-നുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ഉള്ള ഒരു ലെവൽസ് ആയിരുന്നു ഇന്ന് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മിനിമം പ്രോഫിറ്റ് പറയുന്നത്. ഓക്കെ, നല്ല ആക്റ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ബാങ്ക് നിഫ്റ്റിയിലാണ് കൂടുതൽ അത് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിലാണ് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്തത്. നിഫ്റ്റിയും സെൻസെക്സ് അതുപോലെ ചെറുതായിട്ട് കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ബാക്കി ഇൻഡെക്സുകളെല്ലാം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് ആണെങ്കിൽ സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടിയായിരുന്നു. സെൻസെക്സ് ഇതുപോലെ കൺസോൾഡേറ്റ് ചെയ്തത് കൊണ്ട് സെൻസെക്സിൽ വലിയ റിട്ടേൺസ് ഒന്നുമില്ല, ചെറിയ റിട്ടേൺസ് എന്നാൽ റിട്ടേണുണ്ട്. നോക്കിക്കോളാം, ഇതാണ് നമ്മളുടെ സ്ട്രൈക്കുകൾ. സ്ട്രൈക്ക് നോക്കി ഇന്ന് ഒരുപാട്, അതായത് 1 2 3 4 5 കണ്ട 5 പോയിൻറ്റ്സിൽ നമുക്ക് ട്രേഡുകൾ അവൈലബിൾ ആയിരുന്നു. ഇന്ന് 5 ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. നോക്കിക്കോളുക, ആദ്യത്തെ 15 മിനിറ്റ്സിൽ ആദ്യത്തെ 15 മിനിറ്റ്സിൽ ഞാനൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിരുന്നു. അതിവിടെയാണ്, നിഫ്റ്റിയിലാണ്. നിഫ്റ്റി ഇതാ PE 2 PE പൊസിഷൻസ് നമുക്കുണ്ടല്ലോ. അതിൽ നിഫ്റ്റി വീക്കെൻഡ് PE വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്ത ഈ ഒരു പോയിന്റ്. അതേസമയം C പൊസിഷൻസും ഫസ്റ്റ് ലെവലിലാണ്. ഇവിടെ ഒരു C പൊസിഷൻ ഫസ്റ്റ് ലെവൽ, ഇവിടെ C പൊസിഷൻ ഫസ്റ്റ് ലെവൽ. ഈ ഒരു സമയത്ത് PE പൊസിഷൻ എടുത്തോ, പക്ഷേ ഒരു ചെറിയ റിസ്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. റിസ്ക് ഉള്ളപ്പോഴാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് കൂടെ സെറ്റ് ചെയ്തോളാൻ പറയുന്നത്. റിസ്ക് ഉണ്ട്, ആ ഒരു റിസ്കിൽ നിന്നുകൊണ്ട് നിങ്ങൾ ട്രേഡ് എൻ്റർ ചെയ്തോളാൻ പറഞ്ഞിരുന്നു. റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയായിരുന്നു, അതായത് ബാങ്ക് നിഫ്റ്റിയിൽ. അതേസമയം ഈ CE പൊസിഷൻസ് താഴത്ത് ബോർഡ് ലൈനിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് രണ്ടും ഒരേപോലെ ബോർഡ് ലൈനിൽ വന്ന് എൻഡ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതായത് രണ്ടും ഒരേപോലെ ബോർഡ് ലൈൻ വന്നുകൊണ്ട് ഒരു ചെറിയൊരു CE പൊസിഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടി ഉള്ളത് കൊണ്ടാണ് ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തോളാൻ ആവശ്യപ്പെട്ടത്. ഓക്കെ, പക്ഷേ നമുക്ക് റിട്ടേൺ ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളുടെ സെൻസെക്സിലാണ് ട്രേഡ് എടുത്തതെങ്കിൽ റിട്ടേൺ സെൻസെക്സ് തന്നിട്ടുണ്ട്. PE പൊസിഷൻ നമുക്ക് അപ്പം എടുക്കാം. എന്താ നോക്കിക്കേ, PE പൊസിഷൻ ഞാൻ എടുക്കാൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് തൊട്ടടുത്ത ക്യാൻഡിലാണ്. 65 രൂപയ്ക്ക് നമുക്ക് PE എടുത്താൽ അത് 81 രൂപ, അതായത് 24%, 20% അടുത്ത റിട്ടേൺ ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾക്ക് ആ ഒരു പോയിന്റിൽ തന്നെ നമുക്കത് എടുക്കാൻ പറ്റണമെന്നുള്ളതാണ്. ആ ഒരു പോയിന്റിൽ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതിൻ്റെ പൊസിഷൻ കഴിഞ്ഞ് പോയിട്ടും ഉണ്ടാകും. ഓരോ സെക്കൻഡുകളും നമുക്ക് ട്രേഡിങ്ങിൽ വിലപ്പെട്ടത് തന്നെയാണ്. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ ഒരു പോയിന്റ് നമുക്ക് വരുന്നത് ഇവിടെയായിരുന്നു. നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയിൽ സെക്കൻഡ് 15 മിനിറ്റ്സ് ആയപ്പോഴത്തേക്ക് രണ്ടാമത്തെ 15-ാമത്തെ ക്യാൻഡിൽ വന്ന് എൻഡ് ചെയ്തത് ബോർഡ് ലൈനിലാണ്. സോ ഇവിടുന്ന് റിജക്റ്റ് ചെയ്യണമല്ലോ, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ബോർഡ് ലൈൻ വന്ന് എൻഡ് ചെയ്താൽ റിജക്റ്റ് ചെയ്യും. അതേസമയം ഇവിടെ PEയും ബോർഡ് ലൈൻ വന്നിട്ടുണ്ട്, ഒരേ സമയം വന്നിട്ടുണ്ട്. CE പൊസിഷൻസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ CE പൊസിഷൻ ഒരേ സമയം എന്താണ് ബോർഡ് ലൈനിലേക്ക് കയറിയിട്ടുണ്ട്. കണ്ട, താഴത്തേക്ക് പോകുന്നതാണ്, നല്ല തിരിച്ച് കയറിയിട്ടുണ്ട്. കണ്ട, ബോർഡ് ലൈനിലേക്ക് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് റിജക്റ്റ് ചെയ്യണം. ഇതാണ് നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. റിജക്റ്റ് ചെയ്തതിൽ ഇതുപോലെ കുറച്ച് നേരം കൺസോൾഡേറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യും. അതായത് നമ്മൾ എക്സ്പയറിയിലൊക്കെയാണ് ട്രേഡ് എടുത്തിരിക്കുന്നതെങ്കിൽ കുറച്ച് നേരം ലോസ് സംഭവിക്കും, അത് കഴിഞ്ഞ് നല്ല പ്രോഫിറ്റ്, അതായത് 50% കൂടുതൽ നമുക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാൾ ഇരട്ടിയായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ്. നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കത് തിരിച്ച് വരും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ സെൻസെക്സിൽ നമ്മൾ ട്രേഡ് എടുത്തു, നമ്മൾ അടുത്ത സെക്കൻഡ് ക്യാൻഡിൽ ഇവിടെ കൊണ്ട് നമ്മൾ സെൻസെക്സ് ട്രേഡ് എടുത്തു. സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അടുത്ത മൂന്നാമത്തെ ക്യാൻഡിലാണല്ലോ നമ്മൾ ട്രേഡ് എടുക്കുക. സെക്കൻഡ് ക്യാൻഡിൽ കണ്ടപ്പോഴത്തേക്ക് ഒരു PE പൊസിഷൻ ഉണ്ടാകാൻ പോകും, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തു, അതായത് ഒരു 50 രൂപയ്ക്ക് നമ്മൾ ട്രേഡ് എടുത്തു. 50 രൂപയ്ക്ക് ട്രേഡ് എടുത്താൽ ഇത് ഇത്രത്തോളം ഇടിഞ്ഞ് വന്നിട്ടുണ്ട്. 20 രൂപ വരെ ഇത് ഇടിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് 50% എബോ ലോസ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അതിനേക്കാൾ ഇരട്ടിയായിട്ട് തിരിച്ചു വരും. അതായത് 50 രൂപയ്ക്ക് എടുത്ത സാധനം ഇവിടെ നമുക്ക് ഒരു എത്ര വരെ വന്നിട്ടുണ്ട്, 65 വരെ വന്നിട്ടുള്ളൂ. ഇത് ഫാർ ഔട്ട് ഓഫ് ദ മണിയിൽ ട്രേഡ് ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളൊരു ഇൻ ദ മണിയിലാണ് ട്രേഡ് എടുത്തിരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ഇവിടെ തന്നെയുണ്ട്. ഇൻ ദ മണിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റിട്ടേൺസ് ഇത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, തേർഡ് ക്യാൻഡിൽ ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ ട്രേഡ് എടുത്തതാണ്, അതായത് 200 രൂപയ്ക്ക് എടുത്തതാണെങ്കിൽ തന്നെ 400 രൂപ ഇരട്ടി റിട്ടേൺ എടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ലോസിലേക്ക് പോയാലും ഇത് തിരിച്ച് വലിയ പ്രോഫിറ്റ് റേഞ്ചിലേക്ക് ഇത്, അതായത് 100% റിട്ടേൺ കൊടുത്തൊരു ട്രേഡ് തന്നെയാണ്, അങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ കണ്ടോ, ബാങ്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ഇത് പെർഫോം ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ക്യാൻഡിൽ ഒരു PE ട്രേഡിലേക്ക് എൻ്റർ ചെയ്തത് ഇത്രത്തോളം ലോസിലേക്ക് വന്നിട്ടുണ്ട്. 75 വരെ ഇടിഞ്ഞ് പോന്നിട്ടുണ്ട് അല്ലേ. ഒരു 80 രൂപയ്ക്ക് നമ്മൾ ട്രേഡ് എടുത്തതാണെങ്കിൽ 80 അല്ലെങ്കിൽ 90 രൂപയ്ക്ക് എടുത്താണെങ്കിൽ തന്നെ 75 വരെ ഇടിഞ്ഞ് പോന്നിട്ടുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ റിട്ടേൺസ് കണ്ടോ, ഇവിടം വരെ അത് റിട്ടേൺ കൊടുത്തിട്ടുമുണ്ട്.
മനസ്സിലായോ? ഒരു 70 80 90 രൂപയുടെ ട്രേഡ് ആണെങ്കിൽ തന്നെ 250 രൂപ വരെ റിട്ടേൺ പോയിട്ടുണ്ട്. അതായത് നമുക്ക് ഓൺലൈൻ സ്ട്രാറ്റജി പ്രകാരം നമ്മളൊരു പോയിന്റ് കാണുന്നു, ആ പോയിന്റിലേക്ക് ട്രേഡ് എടുക്കുന്നു, എന്നാൽ അത് ലോസിൽ പോയെങ്കിൽ അത് ശക്തമായിട്ട് അത് തിരിച്ചു വരുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഓൺലൈൻ സ്ട്രാറ്റജി. നമ്മളത് എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ റിസ്ക് റിട്ടേൺ അനുസരിച്ച് നമുക്കൊരു പോയിൻ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തോളാം, സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്തോളാം. ഓക്കെ, അതിനുശേഷം നമുക്ക് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്ത പോയിൻ്റാണ്. ഇവിടുന്ന് നമ്മൾ പി പൊസിഷൻ കൊടുത്തതാണ്. പക്ഷേ പി കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഉറപ്പിക്കാം പി തന്നെയാണെന്നുള്ളത്. നമ്മൾ എക്സിറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്നും കൂടെ ഉറപ്പിക്കാൻ കണ്ട ഈ ഒരു പോയിന്റിൽ എന്താണ് ബോൾ ലൈനിൽ നിൽക്കുകയാണ് പി പൊസിഷൻ, ഇവിടെയും ബോൾ ലൈനിൽ നിൽക്കുകയാണ് പി പൊസിഷൻ. അതേസമയം സി എവിടെയാണ് നിൽക്കുന്നത്, ഇറങ്ങി തിരിച്ച് ബോൾ ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വീണ്ടും ഇറങ്ങുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. ഒരേപോലെ ബോൾ ലൈനിൽ വരുന്ന ആ ട്രേഡ് എന്ന് പറയുന്നത് നല്ല രീതിയിലൊരു പി പൊസിഷൻ അവിടെ സംഭവിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു 3 ട്രേഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അടുത്ത 4ാമത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ, നമ്മുടെ ഗ്രൂപ്പിൽ ഈ ഒരു പൊസിഷൻ എത്തിയപ്പോഴത്തേക്കും ട്രേഡ് ആക്റ്റീവ് ആകുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇതുണ്ട്, ഈ ഒരു ക്യാൻഡിൽ ബാക്കിൽ നിന്ന് 1 2 3 4 5 6 7 7ാമത്തെ ക്യാൻഡിലായപ്പോഴത്തേക്കും അതായത് പി പൊസിഷൻസ് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഫസ്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. സോ ഇവിടുന്ന് റിജക്റ്റ് ചെയ്യണമല്ലോ. അതേസമയം ഇവിടെ നോക്കാം, ഇവിടെ ഇല്ല പൊസിഷൻ, 3 നമുക്ക് കൺഫേം ചെയ്താൽ മതി. നോക്കാം, ഇവിടെ സി പൊസിഷൻസ് രണ്ടും കയറി ഫസ്റ്റ് ലെവൽ വന്നിട്ടുണ്ട്, ഇവിടെയും കയറി ഫസ്റ്റ് ലെവൽ വന്നിട്ടുണ്ട്. സോ അവിടെ നിന്നൊരു ഫോൾ ഉണ്ട്, കണ്ടോ, ഒരേപോലെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിരിക്കുന്നു. സിയും പിയും, പിയുടെ ഒരെണ്ണവും സിയുടെ 2 എണ്ണവും ഒരേപോലെ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിരിക്കുന്നു. സോ ഒരു റിജക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു പി ട്രേഡിലേക്ക് എൻട്രി ചെയ്തോളാം ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങൾ എക്സ്പയറിയിലാണ് ട്രേഡ് എടുത്തതെങ്കിൽ, അതായത് 7ാമത്തെ ക്യാൻഡിൽ നമ്മൾ നമ്മളുടെ ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നു, തൊട്ട് 8ാമത്തെ ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കണം. ഓക്കെ, ഓക്കെ 1 2 3 4 5 6 7ാമത്തെ ക്യാൻഡിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. 6th ഈ ക്യാൻഡിലിനാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, കണ്ടോ, ഇവിടെ നമുക്ക് ഇത്രയും റിട്ടേൺസ് ഇത് കൊടുത്തിട്ടുണ്ട്. 20 രൂപയുടെ ഐറ്റം നമുക്ക് എത്ര രൂപ തന്നിട്ടുണ്ട്? 1 2 3 4 5 6 7 7th ക്യാൻഡിൽ. അപ്പോൾ 6th ക്യാൻഡിൽ നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുക. 6th ക്യാൻഡിലാണ് എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, എന്നോട് പറഞ്ഞതേ ഉള്ളൂ, 6th ക്യാൻഡിൽ എൻട്രി എടുക്കണം. 1 2 ഇതാണ് 1 കേട്ടോ. 1 2 3 4 5 6th ക്യാൻഡിൽ ഇവിടെ വെച്ചിട്ടാണ് എൻട്രി എടുക്കുക. ഫസ്റ്റ് ഈ പോയിന്റിൽ 20 എടുക്കും, 36 നമുക്ക് എക്സിറ്റ് ചെയ്യാം. കണ്ടോ, എത്ര 80% റിട്ടേൺ ഉണ്ട്. 80% റിട്ടേൺ തരുന്ന ആ ഒറ്റ ക്യാൻഡിൽ തന്നെ തരും. ഓക്കെ, നമ്മളിത് ഫാർ ഔട്ട് ഓഫ് ദ മണിയാണ്. അത് നിങ്ങൾ ഇന്ത മണിയിലൊക്കെ എടുക്കാനൊക്കെ നോക്കുക. കണ്ടോ, ഇവിടെ ആകുമ്പോൾ 1 2 3 4 5 6th ക്യാൻഡിൽ ഇവിടെ നിന്നൊക്കെ നമ്മൾ ട്രേഡ് എടുക്കും. 300 രൂപയ്ക്ക് എടുക്കും. കണ്ടോ, 400 രൂപയ്ക്ക് മുകളിൽ അത് റിട്ടേൺ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒറ്റ ക്യാൻഡിൽ തന്നെ. ഓക്കെ, ഇതിന് ശേഷം അടുത്ത പോയിന്റ് നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരുന്നത് അടുത്ത 2-3 ക്യാൻഡിലാകുമ്പോൾ വീണ്ടും ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. കണ്ടോ, ഈ സി പൊസിഷൻ ഇടിഞ്ഞിവിടെ വന്നതാണ്. അതും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഞാൻ പക്ഷേ അത് ഫുള്ള് ബോൾ ലൈനല്ല. കണ്ടോ, ഇത് രണ്ടും മാത്രമേ ബോൾ ലൈനിൽ വന്നിട്ടുള്ളൂ. ഇത് ഇടിഞ്ഞിടിഞ്ഞ് ബോൾ ലൈനിൽ വന്നിട്ടുണ്ട്. അതേസമയം ഇവിടെ ഇടിഞ്ഞിടിഞ്ഞ് ബോൾ ലൈനിൽ വന്നിട്ടുണ്ട്. ഒരേപോലെ വന്നിട്ടുണ്ട്. ഒരേപോലെ വന്നാലും വർക്ക് ചെയ്യും. 2 എണ്ണം ഒരേപോലെ വന്നാലും വർക്ക് ചെയ്യും. പക്ഷെ അത് നമുക്ക് അത്രത്തോളം എഫേർട്ട് കൊടുക്കാമല്ലോ. വീണ്ടും തിരിച്ചെത്തേ ബാക്ക് വന്നേക്കാതെ. ഓക്കെ, 3 എണ്ണമെങ്കിലും കൺഫേം ചെയ്താലും നല്ല ട്രേഡെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഇവിടുന്ന് കയറി ഫസ്റ്റ് ലെവൽ വന്നിട്ടുണ്ട്. ഇത് വീണ്ടും കയറി ഫസ്റ്റ് ലെവൽ വന്നിട്ടുണ്ട്. അതേസമയം ഇവിടെയും കണ്ടോ, കയറിപ്പോയ പി ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഫസ്റ്റ് ലെവൽ വന്നിട്ടുണ്ട്. ഒരേപോലെ 3 എണ്ണം കൺഫേംഡ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് വീണ്ടും ബി ട്രേഡ് എടുക്കാം. ഓക്കെ, ഈ ഒരു 1 2 3 4th ക്യാൻഡിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഈ 3rd ക്യാൻഡിൽ ബാക്കിൽ 3rd ക്യാൻഡിൽ നമ്മളിത് എൻട്രി എടുക്കും. അപ്പോൾ 3ാമത്തെ ക്യാൻഡിൽ നമുക്ക് വീണ്ടും എൻട്രി എടുക്കാം. ഇത് ഫാർ ഔട്ട് ഓഫ് ദ മണി ആയതുകൊണ്ട് അത്രയും നമുക്ക് 1 2 3 3ാമത്തെ ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. ഈ ഒരു പൊസിഷനിൽ എൻട്രി എടുക്കുന്നു. ഇത്രത്തോളം റിട്ടേൺ നമുക്ക് കിട്ടും. നമുക്കത് ഫാർ ഔട്ട് ഓഫ് ദ മണി മാറ്റിയിട്ടാൽ ഇതെവിടെ നോക്കാം. 3rd ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുന്നു പറഞ്ഞാൽ ഇവിടുന്ന് എൻട്രി എടുക്കുന്നു. അവിടെ ഒരു 350 രൂപയ്ക്ക് എൻട്രി എടുത്താൽ തന്നെ 426 രൂപ നല്ല രീതിയിൽ റിട്ടേൺ അവിടെയും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് എന്താണ്, സെൻസെക്സിൽ വലിയ മൂവ്മെൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, എക്സ്പയറി ആയിരുന്നിട്ട് പോലും. ബാങ്ക് നിഫ്റ്റിയിലാണ് അതിനേക്കാൾ കൂടുതൽ മൂവ്മെൻറ്റ് കണ്ടത്. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഇതാ കണ്ടോ, 3ാമത്തെ ക്യാൻഡിലൊക്കെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 170 രൂപയുടെ ട്രേഡൊക്കെ 225 രൂപയൊക്കെ
പോയിട്ടുണ്ട് ആ ഒറ്റ ക്യാൻഡിലിൽ തന്നെ. അപ്പോൾ നമ്മളുടെ ഓൺലൈൻ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് ട്രേഡുകളെല്ലാം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഒരേപോലെ വരുന്ന ട്രേഡുകളെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതിനകത്ത് ലോസ് ഇല്ല. നിങ്ങൾക്ക് എപ്പോഴും പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. 100% റിട്ടേൺ ആണ് ഓൺലൈൻ ട്രേഡിലും ഫസ്റ്റ് ലെവൽ ട്രേഡിലും സെക്കൻഡ് ലെവൽ ട്രേഡിലും വരുന്നത്. പിന്നെ നമ്മൾ സൈഡ് ടു സൈഡ് ട്രേഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സൈഡ് ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളി ഉറപ്പിക്കാൻ പറ്റില്ല. അതായത് 95% അക്യുറസി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നാകുക ഒരേപോലെ, സി ട്രേഡുകൾ രണ്ടും ഒന്നാകുക, പി ട്രേഡുകൾ രണ്ടും ഒന്നാകുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് സൈഡ് ടു സൈഡ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊരു 95% അക്യുറസി മാത്രം കൊടുക്കാൻ പറ്റുന്ന ട്രേഡുകൾ മാത്രമായിരിക്കും അത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും ഒരു 5 പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. നമുക്ക് 5 ട്രേഡ് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു ഇവിടെ. ഈ 5 ട്രേഡ് പോയിൻറ്റുകൾ ഇത് നോക്കിക്കൊണ്ടിരുന്നാലേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടെടുക്കാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഇത് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആദ്യം ഒന്നെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്യുക, ഒരു 10 ദിവസം പേപ്പർ ട്രേഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം ചെറിയ എമൗണ്ട് ഇട്ട് നിങ്ങൾ അതിനകത്ത് റിട്ടേൺ നോക്കണ്ട. ആ 10 ദിവസം അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടുമെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരു 250 രൂപ ഇട്ടാലും 10% 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 60 രൂപ എടുത്ത് എക്സിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസം, അതായത് 50 രൂപ നിങ്ങൾക്ക് ബ്രോക്കറേജ് പോയാലും ബാക്കി 10 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പം അതങ്ങനെ 10 ദിവസം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അല്ലാണ്ട് നമ്മളെ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അല്ല നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബിഹേവിയർ തെറാപ്പി പോലെ അത് മനസ്സിലാക്കി അത് കണ്ടിന്യൂസ് ആയിട്ട് 20 ദിവസം ഇത് ഫോളോ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ സ്ട്രാറ്റജിയെ നമ്മൾ അഡോപ്റ്റ് ചെയ്തു, നമ്മളത് പഠിച്ചു വന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അല്ലാണ്ട് വലിയ എമൗണ്ടിലിട്ട് ഇൻപുട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സൈക്കോളജി നന്നായിട്ട് ബാധിക്കും. നമ്മൾ ചെറിയ ലോസ് കാണുമ്പോഴത്തേക്കും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയാകും. അതുകൊണ്ടാണ് വലിയ എമൗണ്ട് ഇൻപുട്ട് ചെയ്യരുതെന്ന് പറയുന്നത്. നല്ല രീതിയിൽ ആ ഒരു റേഞ്ച് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യുക. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.